ടേസ്റ്റ് ആൻഡ് ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ടുള്ളൊരു ഗ്രേവിയാണ്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നോൺ വെജ് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ കോളിഫ്ലവർ ഗ്രേവി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഫ്ലവറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ഇതളുകളാക്കി എടുക്കണം കേട്ടോ. വലിയ പീസാക്കിയിട്ട് എടുക്കരുത്. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. നമുക്ക് ഇതിങ്ങനെ ചെറിയ ചെറിയ ഇതളുകളാക്കിയിട്ട് എടുക്കാം. ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ പുഴുക്കൾ ചിലതിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനെടുത്തതിൽ അങ്ങനത്തെ പുഴുക്കളൊന്നുമില്ല. എന്നാലും നമ്മളിവിടെ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഫ്ലവർ ഇട്ട് കൊടുത്തിക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വെട്ടി തിളക്കട്ടെ കേട്ടോ. അത് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് അത് വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ആ സമയം കൊണ്ട് നമ്മൾ ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അധികം വെജിറ്റബിൾസ് ഒന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണിത്. ഞാനിവിടെ 3 വലിയ സൈസ്. ആ സമയം കൊണ്ട് നമ്മുടെ ഫ്ലവറിത്തെ വെള്ളമൊക്കെ തോർന്ന് ഞാൻ നല്ല രീതിയിൽ തന്നെ അതൊന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും സാദാ മുളക് പൊടി 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണെങ്കിൽ കൂടി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ആണ് വേണ്ടിയത്. അപ്പോൾ കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുത്തുക്കണേ. ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മസാലയൊക്കെ ഒന്ന് ഫ്ലവറിൽ പിടിച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഫ്ലവർ ഓരോ കഷ്ണം എടുത്തിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നാകെ ഒരുമിച്ച് കൊണ്ട് ഇട്ട് കൊടുക്കിയത്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് സ്റ്റിക്കായി കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വേറിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഫ്ലവർ അതിലേക്ക് ഇടാൻ പാടുള്ളൂ. നമ്മുടെ ഫ്ലവറൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരണ്ട കേട്ടോ. നമ്മൾ ഇതേ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ഒന്ന് ക്രിസ്പി ആയാലും കുഴപ്പമില്ല. നമ്മളൊരു ഗ്രേവി ടൈപ്പ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഫ്ലവറൊക്കെ ഒന്ന് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ഞാൻ. ഈ ഒരു ഇതിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടാണ്. ഞാൻ ഗ്രേവി ഉണ്ടാക്കുമ്പോഴത്തേന് ഇതിൻ്റെ പകുതിയോളം ഇതിൽ കഴിച്ച് കഴിഞ്ഞിരിക്കണം കേട്ടോ കുട്ടികളൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ സമയത്ത് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്.
നമ്മുടെ ഫ്ലവറൊക്കെ ഇതിൽ നിന്ന് ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും എണ്ണൻ്റെ ആവശ്യമില്ല കേട്ടോ. അതിന് എണ്ണ പകുതി മാറ്റി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണാണ് എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഒരു 10-15 അല്ലി വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ കുറച്ചധികം വെളുത്തുള്ളി ചേർക്കുന്നതാണ് എനിക്കിഷ്ടം. നമ്മൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ചധികം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ മൂത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അതേപോലെ തന്നെ കറിക്കും നല്ലൊരു ടേസ്റ്റാണ് വെളുത്തുള്ളി ഇങ്ങനെ എണ്ണയിൽ മൂത്ത് കഴിഞ്ഞാൽ. ഇത് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഞാനിതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3 മീഡിയം സൈസ് സവാളയാണ് നല്ല നൈസാക്കിയിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ സവാളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴണ്ടി വരണം കേട്ടോ. നമ്മളൊരു ഗ്രേവി ടൈപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ ഇതേപോലെ ഇങ്ങനെ കഷ്ണമായി കിടന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അതൊന്ന് വഴണ്ടി വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞിട്ടുണ്ട്. സവാളയുടെ കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. സവാള എത്രത്തോളം നമ്മൾ എണ്ണയിൽ കിടന്നിട്ട് വഴണ്ടി വരുന്നുണ്ട് അത്രത്തോളം നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസാണ് ഒഴിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കറി കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാതെ തന്നെ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇത് നല്ല വഴണ്ടി വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വേണം നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഫ്ലവറൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ല രീതിയിൽ തന്നെ സ്പൂൺ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റും അറിയിക്കുക. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.